അമ്മേ അമ്മേ. എന്താ കുഞ്ഞേ? ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണല്ലോ. ഗാന്ധിജിയെക്കുറിച്ച് പഠിച്ചിട്ട് വരാനാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. അത്രയ്ക്കും പ്രവർത്തനനിരതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. മോൾക്ക് ഗാന്ധിജിയെക്കുറിച്ച് എന്തൊക്കെ അറിയാം? ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അമ്മേ? നമ്മുടെ രാജ്യമായ ഇന്ത്യ ഇന്ന് നാം കാണുന്ന തരത്തിൽ ആയതിന് പിന്നിൽ പ്രവർത്തിച്ച അനേകം നേതാക്കളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചതും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചതും ഗാന്ധിജി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചത്? 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലെ ഒരു വൈശ്യ കുടുംബത്തിൽ ഗാന്ധിജി ജനിച്ചു. കീർത്തി മന്ദിർ എന്നാണ് ഗാന്ധിജി ജനിച്ച ഭവനത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു? ഗാന്ധിജിയുടെ അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നും അമ്മയുടെ പേര് പുത്ലിബായി എന്നുമായിരുന്നു. ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു. കുട്ടിക്കാലത്ത് എല്ലാവരും അദ്ദേഹത്തെ മനു എന്നാണ് വിളിച്ചിരുന്നത്. ഗാന്ധിജിയുടെ മറ്റു കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ്? 1883 ഗാന്ധിജി കസ്തൂർബായെ വിവാഹം കഴിച്ചു. ഹരിലാൽ ഗാന്ധി, രാമദാസ് ഗാന്ധി, മണിലാൽ ഗാന്ധി, ദേവദാസ് ഗാന്ധി എന്നിങ്ങനെ 4 പുത്രന്മാരും ചേർന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം തന്നെ ഗാന്ധിജി പഠനവും തുടർന്നു. 1885 അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. 1887 അദ്ദേഹം മെട്രിക്കുലേഷൻ പാസ്സായി. തുടർന്ന് ബാരിസ്റ്റർ പരീക്ഷയ്ക്ക് പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. 1891 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. 1893 ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. അവിടത്തെ കറുത്ത വർഗക്കാർക്കെതിരെ നടക്കുന്ന വർണ്ണവിവേചനം അദ്ദേഹത്തെ ഒത്തിരി വേദനിപ്പിച്ചു. കറുത്ത വർഗക്കാരൻ എന്ന പേരിൽ ഒരിക്കൽ തീവണ്ടിയിൽ നിന്നും മറ്റൊരിക്കൽ കുതിരവണ്ടിയിൽ നിന്നും ഗാന്ധിജിയെ അധികാരികൾ വലിച്ച് പുറത്താക്കി. അതോടെ കറുത്ത വർഗക്കാരുടെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകാൻ തുടങ്ങി. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നല്ലോ? അതെ, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഗാന്ധിജി ആദ്യം നേതൃത്വം ഏറ്റെടുത്തത്. 1896 ഇന്ത്യയിൽ എത്തുകയും ഭാര്യയെയും കൂട്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നിട്ട് എപ്പോഴാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്? ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ പല വിധത്തിൽ ഉപദ്രവിക്കുന്നുവെന്ന് മനസ്സിലാക്കി 1901 ഗാന്ധിജി ഇന്ത്യയിലെത്തി. കൽക്കത്ത കോൺഗ്രസിൽ വോളണ്ടിയറായി. 1902 വീണ്ടും ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചു. ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച 2 പ്രമുഖ പത്രങ്ങളായിരുന്നു നവജീവൻ, യങ് ഇന്ത്യ. 1906 അദ്ദേഹം ബ്രഹ്മചര്യം സ്വീകരിച്ചു. 1910 ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചു. ഗാന്ധിജിയുടെ വിശാല മനസ്കതയും രാജ്യസ്നേഹവും സഹോദര സ്നേഹവും തുളുമ്പുന്ന പ്രവർത്തനങ്ങൾ കണ്ട് മഹാകവി ടാഗോർ 1915 മഹാത്മാ എന്ന് വിളിച്ച് ഗാന്ധിജിയെ ആദരിച്ചു. 1917 സബർമതി ആശ്രമം സ്ഥാപിച്ചു. 1918 ചർക്കയിൽ നൂൽ നൂൽക്കാൻ ആരംഭിച്ചു. 1920 കുപ്പായവും തൊപ്പിയും ഉപേക്ഷിച്ച് കർഷകന്റെ വേഷമായ ഒറ്റമുണ്ട് സ്വീകരിച്ചു. ഇത് കണ്ടിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ
അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചു. ഗാന്ധിജി എന്തിനാ ഇത്രയും ലളിതമായ വേഷം സ്വീകരിച്ചത്? 1921 സെപ്റ്റംബർ 20 മധുരയിലെ വ്യാപാരിയുടെ വീട്ടിലേക്ക് ഗാന്ധിജി പോയത് വലിയ തലപ്പാവ് ധരിച്ചുള്ള പൂർണ്ണ ഗുജറാത്തി വേഷത്തിലായിരുന്നു. തീവണ്ടി യാത്രക്കിടയിൽ സഹയാത്രികരുമായി ഖാദിയെക്കുറിച്ച് ചർച്ചയായി. ഖാദി വില കൂടിയ വസ്ത്രമാണെന്നും തങ്ങൾക്ക് അത് വാങ്ങാനാകില്ലെന്നും ആയിരുന്നു അവരുടെ അഭിപ്രായം. ഇത് അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കി. അടുത്ത ദിവസം വ്യാപാരി റാംജി കല്യാൺജിയുടെ വീട്ടിലിരിക്കെ ഒറ്റ മുണ്ടെടുത്തു പോകുന്ന കർഷകനെ കണ്ട് ഗാന്ധിജി ഇങ്ങനെ ചിന്തിച്ചു: ഇത്ര ലളിതമായി വേഷം ധരിക്കാമെന്നിരിക്കെ എന്തിനാണ് ഈ വില കൂടിയ വസ്ത്രങ്ങൾ? ഇനി മുതൽ താനും കർഷക വേഷം മാത്രമേ ധരിക്കൂ എന്ന് തീരുമാനിച്ച ഗാന്ധിജി കാമരാജ് ശാലയിലെ നെയ്ത്തുകാരുടെ യോഗത്തിൽ വച്ച് തൻ്റെ തീരുമാനം പ്രഖ്യാപിച്ചു. അന്നു മുതൽ മരണം വരെയും ഒരു ഒറ്റമുണ്ടായിരുന്നു ഗാന്ധിജിയുടെ വേഷം. ഏതൊക്കെ സമരങ്ങളാ ഗാന്ധിജി നയിച്ചത്? 1922 നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതിനാൽ 6 വർഷം അദ്ദേഹത്തിന് കഠിന തടവ് അനുഭവിക്കേണ്ടി വന്നു. ജയിൽവാസ കാലത്താണ് ഗാന്ധിജി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയത്. 1930 72 അനുയായികളോടൊപ്പം ഗാന്ധിജി പ്രശസ്തമായ ദണ്ഡിയാത്ര നടത്തി. 24 ദിവസം നീണ്ട 384 കിലോമീറ്റർ യാത്രയിൽ ജനങ്ങൾക്ക് ആവേശം പകരാനും യാത്രാക്ഷീണം മറക്കാനുമായി ഗാന്ധിജി സംഗീതം തിരഞ്ഞെടുത്തു. അദ്ദേഹം പാടി: രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. കൂടെയുണ്ടായിരുന്നവർ ആവേശപൂർവ്വം അതേറ്റുപാടി: രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. അങ്ങനെ പ്രശസ്തമായ ആ രാമഭക്തി ഗാനം ഒരു മതേതര ഗാനമായി ഉയർന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനുപേക്ഷണീയ ഘടകമായി ഈ ഗാനം മാറി. തുടർന്ന് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയ്ക്ക് ഗാന്ധിജി പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ഗാന്ധിജി കേരളത്തിലും വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഖിലാഫത്ത്, നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രചരണാർത്ഥം 1920 ഓഗസ്റ്റ് 18 2 ദിവസത്തെ പ്രവർത്തനങ്ങൾക്കായാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തുന്നത്. 1925 മാർച്ച് 8 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 12 ദിവസം അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മാർച്ച് 14 ബാലരാമപുരത്തെ പുലയ സ്കൂൾ ഗാന്ധിജി സന്ദർശിച്ചത്. അതിനുശേഷം 1927 ഒക്ടോബർ 9 മൂന്നാമത്തെ സന്ദർശനം. 1934 ജനുവരി 10 13 ദിവസത്തെ സന്ദർശനം. 1937 ജനുവരി 12 10 ദിവസത്തെ സന്ദർശനം. ഇങ്ങനെ 5 തവണ ഗാന്ധിജി നമ്മുടെ കേരളത്തിലും എത്തിയിട്ടുണ്ട്. 1935 ഗാന്ധിജി സേവാശ്രമം സ്ഥാപിച്ചു. തുടർന്ന് 1942 ക്വിറ്റ് ഇന്ത്യ സമരം. 1944 ആഘാഖാൻ പാലസ് ജയിൽവാസത്തിനിടയിൽ കസ്തൂർബ അന്തരിച്ചു. അദ്ദേഹം വീണ്ടും പല പല സമരങ്ങളും അഹിംസാ മാർഗത്തിൽ നടത്തി. ഈ സമരങ്ങളൊക്കെയും വിജയം കണ്ടു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 1947 തന്നെ ഇന്ത്യയും പാകിസ്ഥാനും പിരിഞ്ഞത് അദ്ദേഹത്തെ കഠിനമായി വേദനിപ്പിച്ചു.
സംഭവ ബഹുലമായിരുന്നു ഗാന്ധിജിയുടെ ജീവിതം, അല്ലേ അമ്മേ? അതേ കുഞ്ഞെ. പക്ഷേ 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ എന്ന വ്യക്തിയുടെ വെടിയേറ്റ് ആ കർമ്മധീരൻ അന്ത്യശ്വാസം വലിച്ചു. ആ സമയത്ത് പോലും ഹേ റാം എന്ന രാമനാമമാണ് അദ്ദേഹത്തിൻ്റെ അധരങ്ങൾ ഉരുവിട്ടത്. ഗാന്ധിജി തുടങ്ങിയ നേതാക്കളെപ്പോലെ കർമ്മധീരരും ദേശസ്നേഹികളുമായ നേതാക്കന്മാരെയാണ് ഏത് രാജ്യവും ആഗ്രഹിക്കുന്നത്. സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരും ദേശസ്നേഹികളുമായി നമുക്ക് വളരാം. ജയ് രാഷ്ട്രപിത, ജയ് ഇന്ത്യ.